നൻപറുകളെ നൻപികളെ നമ്മുടെ പോക്ക് സീരീസിന്റെ ഏറ്റവും പുതിയ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരദൂഷണ കമ്മിറ്റി ഓഫ് കേരളയുടെ കമ്മിറ്റിയിലെ ചർച്ചാ വിഷയമാകുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം ഐശ്വര്യ റായ് ഷജിത ഷജി. ഇന്ന് ഷജിത ഷജിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ യുവാക്കൾ ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ്. ഷജിത ഷജിയുടെ വീഡിയോസ് കാണുമ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് ഉള്ളിൽ നിന്നും വിങ്ങലുണ്ടാവുകയാണ്. അത്രത്തോളം ആളുകൾക്ക് ഇഷ്ടമാണ് ഷജിത ഷജിയെ. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിന്റെ സ്വന്തം ഐശ്വര്യ റായ് അല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടം തോന്നിപ്പോവും, സ്വാഭാവികം. ഇനി ഷജിത ഷജിയുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കൈസേട്ടൻ്റെ വീഡിയോക്കകത്തിൽ ഷജിത ഷജിക്കെതിരെ ജസ്റ്റിന് ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയി ഒരു വിഷ്വൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷ്വൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അത് വന്നുകൊണ്ട് മാത്രം ഇപ്പോൾ ഞാനിത് റിയാക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷജിത ഷജി ഇനി നമുക്ക് കാണാൻ പറ്റുക ജയിലിൽ നിന്നുള്ള വ്ലോഗ് ആയിരിക്കും കാണാൻ കഴിയുക. ഗൈസ്, ഇന്ന് എന്നെ ജയിലിൽ നിന്നാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രപ്പോസ് ചെയ്തു, മഹർ തന്നു എനിക്ക്. ഇന്ന് ഇപ്പോൾ ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാൻ പോവാണ് എന്നൊക്കെയുള്ള വീഡിയോസ് വരും കാലങ്ങളിൽ നമുക്ക് കാണേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മുടെ ജസ്നയുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നുമാണെങ്കിൽ റഹൂഫ് എന്ന് പറയുന്ന ആൾ പുള്ളിക്കാരിയെ വിവാഹം കഴിക്കാമെന്നതിൻ്റെ ആ ഒരു റിലേറ്റഡ് കുറച്ച് വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റ് ആ ഒരു പോക്ക് സീരീസിൽ ഇതേ ഷജിത ഷജി കണ്ടന്റ് ആയപ്പോൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിനുശേഷം ജസ്നയ്ക്കെതിരെ നമ്മുടെ ഷജിത ഷജി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് നമുക്ക് നിന്ന് കാണാം. പിന്നെ ഇയാളിന്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ. പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി. കാരണം ഇയാളുടെ അതെ, റഹൂഫ് എന്ന് പറയുന്ന ആളുടെ വേറെ വശങ്ങൾ നമ്മുടെ ഷജിത ഷജി അറിയാൻ തുടങ്ങി. എന്തൊക്കെയാണ് ആ മോശം വശങ്ങൾ, വേറെ വശങ്ങൾ എന്തൊക്കെയാണ് പറയൂ. എന്റെ മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ. പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, യൂട്യൂബർ ജസ്ന. എനിക്ക് യൂട്യൂബർ ജസ്നയുടെ കാര്യം പറയാൻ പറയട്ടെ, വേറെ വശങ്ങൾ എന്താ അത് പറ, എന്താ പറയാഞ്ഞേ? കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ ജസ്നയുടെ കാര്യമില്ല, ജസ്നയുടെ കാര്യം പറയാം. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക. പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞു. അതെ, ക്യാരക്ടർ മോശം അവിടെ നിൽക്കട്ടെ, യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക. അവിടെ ഇയാൾക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? എല്ലാ യൂട്യൂബേഴ്സിനും തെരഞ്ഞു പിടിച്ച് പൈസ അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. ഇയാൾ ഏതെങ്കിലും കോടീശ്വരനാണോ? അതെന്തെങ്കിലും കുഴൽപ്പണം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വലിയ കോടീശ്വരനാണ് ഇത്ര ആളുകൾക്ക് പൈസ കൊടുക്കാനും മാത്രം? ശരിയാണ്. ഷജിത ഷജി പറയുമ്പോൾ ഈ അഭിഷേക് ബച്ചൻ്റെ വൈഫായിട്ടുള്ള ഐശ്വര്യ റായ് സംസാരിക്കുമ്പോൾ നമ്മളതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കണം അല്ലേ. കാരണം കുടീശ്വരനാണ്, കുടീശ്വരൻ. നമ്മളൊന്നും പിന്നെ ചോറല്ലല്ലോ തിന്നുന്നേ അല്ല. ഇതൊക്കെ കേട്ടിട്ട് എല്ലാ യൂട്യൂബേഴ്സിനും പൈസ അയച്ചു കൊടുക്കുകയാണ്, എല്ലാ യൂട്യൂബേഴ്സിനും. അപ്പോ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല, ഇത് നല്ലതല്ല. കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. ഓക്കെ, സ്വഭാവം നല്ലതല്ല, ശരിയാണ്, നമ്മൾ അംഗീകരിക്കാം. എന്താണ് ആ സ്വഭാവത്തിന്റെ പ്രശ്നം? നിങ്ങൾ ഇയാളെ പറ്റി വേറെ എന്തൊക്കെയോ അറിഞ്ഞു എന്ന് പറയുന്നു, പക്ഷെ അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. അയാളുടെ റഹൂഫ് എന്ന് പറയുന്ന ആളുടെ സ്വഭാവം അത്ര നല്ലതല്ല. എല്ലാ യൂട്യൂബേഴ്സിനും പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ റഹൂഫിനെ പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്ന ഇയാളും തമ്മിൽ ഭയങ്കര കണക്റ്റഡാണ്. ജസ്ന ഉണ്ടല്ലോ, ജസ്ന വിഷയമാണ്. എന്തുവാടെ ഇത്? സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ദേഹത്ത് ചെളിവാരി എറിയുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി. ഈ പുള്ളിക്കാരുടെ കാര്യം ഭയങ്കര കോമഡിയാണ്. ഒരു വാപോയ കോടാലിയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലടേ, ഒരു ഇന്റർനാഷണൽ വിഷയം വല്ലതും ആണോ എന്നല്ല. ഷജിത ഷജിയുടെ അപ്ഡേറ്റ്സ് അറിയാനെ കൊണ്ട് ഒരുപാട് ആളുകൾ വെമ്പൽ കൊള്ളുന്നുണ്ട്. എന്താണ് ഷജിത ഷജിക്ക് പറ്റിയത്, അടുത്ത ഹസ്ബൻഡ് ആരാണ് എന്നൊക്കെ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുന്ന ആരൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഷജിത ഷജി അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ ഇയാള് ഇതാക്കിക്കൊണ്ട് ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം. ഓക്കെ, ജസ്ന കൂടെ ഒരു ഫ്രണ്ടിന്റെ അവർ പുറത്തു പോയി ആരാധികയാണ്, നല്ല പടമാണ്,
അല്ലേ? നല്ല ജസ്നയാണ്. ജസ്നയ്ക്ക് വേറെ കണക്ഷൻസ് ഉണ്ട്. എടേ നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഒരാളെ കുറിച്ച്, ഒരു ലേഡീനെ കുറിച്ചിട്ട് നിങ്ങളിങ്ങനെ സംസാരിക്കണം. നിങ്ങൾ തന്നെ ഇതിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ എക്സ്പോസ് ചെയ്ത് നിങ്ങൾ കുറേ കാണിക്കുന്നു. ലാസ്റ്റ് എല്ലാവരും കൂടെ അടിച്ച് അണ്ണാക്കിൽ വലിച്ചു കയറി ഒട്ടിച്ച് വെച്ച് തന്നില്ലേ? അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി തൊട്ടടുത്തു എന്നുള്ള ഒരാളെ അടുത്ത ആളുടെ ചിലർ അയാൾ മോശമാണ്, ശരിയല്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്, അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാറ് കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ജിംബല അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രം. അതെന്താ പറയാ, അത് മറ്റേ ജിംബലല്ല, അത് ഡമ്പൽ. നമ്മൾ ആ ഡമ്പൽ ഇങ്ങനെ എടുത്ത് ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഡമ്പലിന്റെ അറ്റത്ത് നമ്മൾ ഫോൺ പിടിച്ച് ഇങ്ങനെ എടുക്കും. നമ്മളൊരു സെൽഫി സ്റ്റിക്ക് കൊണ്ടല്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നല്ലേ. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എന്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഏകദേശം എന്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോ ഞാനത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് അതെ, മറ്റൊരാളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാളാണ് ഈ സംസാരിക്കുന്നത് അല്ലേ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്തിനാണ് ഷജിത ഷജിയെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അതുകൊണ്ടല്ലേ ആ പാവം പിടിച്ച സ്ത്രീക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ആ പയ്യനെ കൊണ്ട് വയനാട്ടിൽ പോയി അവർ ഫ്രണ്ട്സ് മാത്രമാണെന്ന് ഷജിത ഷജി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റഹൂഫിന്റെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആളുകളുടെ കാര്യം പറയുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരാൾ ചായക്കട തുടങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ ഇങ്ങനെ കല്ലുകൾ എറിയരുത്. നിങ്ങൾ അതൊക്കെ മോശമാണ്, തെറ്റാണ്. ഓക്കെ, ഇങ്ങനെ ഒരു നല്ല ഒരാളെ പറ്റി നിങ്ങൾ മോശമായിട്ട് പറയാൻ പാടില്ല. ദിസ് ഈസ് വെരി റാങ് ആണ്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജസ്ന എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് കുറേ ആളുകൾ തെറ്റിദ്ധരിച്ചു. നമ്മുടെ കൃഷ്ണന്റെ മറ്റേ സംഭവം ഉണ്ടല്ലോ, കൃഷ്ണന്റെ ഗുരുവായൂരമ്പലം വിഷയം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ജസ്ന ഉണ്ടല്ലോ. അപ്പോൾ ആ ജസ്നനെ കുറിച്ചിട്ടാണ് പറഞ്ഞെന്നുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചു. ശേഷം എല്ലാ ആളുകളും അങ്ങോട്ടേക്ക് ആ ജസ്നയ്ക്കെതിരെ കല്ലേറുകളുമായിട്ട് ഒരുപാട് ആളുകൾ ചെന്നു. നീ അല്ലേടി അങ്ങനത്തെ പൂക്കൃത്തരങ്ങളൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ജസ്ന മറ്റൊരു വീഡിയോ ഇട്ടു, ഞാനല്ല യഥാർത്ഥ ജസ്ന, ആ ജസ്ന ഈ ഇരിക്കുന്ന ഞാനില്ലേ, അതല്ല ഞാൻ ശരിക്കുള്ള ഞാൻ മറ്റെവിടെയോ ആണ് എന്ന് ജസ്ന റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടു. ഒപ്പം ഷജിതയ്ക്ക് ഇട്ട് 2 കൊട്ടും കൊടുത്തു വീഡിയോക്കകത്തിട്ട്. അപ്പം അങ്ങനെ ഇത് കണ്ടിട്ട് ചൊടിച്ച്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഉൾപ്പെടുകതയായിട്ടുള്ള ഷജിത ഷജി അതിനൊരു മറുപടി വേണ്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എന്നുള്ള സംഭവം നിങ്ങൾ വിചാരിക്കുന്ന ആ ജസ്നല്ല, കുറെ മറ്റേ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്നയൊക്കെ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് ഒരുപാട് പറയുന്നത് നീ മാത്രമുള്ളോ ജസ്ന, നിന്റെ പേര് മാത്രമുള്ളൂ ജസ്ന. അതുപോലെ തന്നെ ഒരു ഗൾഫിൽ ഇട്ടാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞാനല്ല, ഒന്ന് നീ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന ഏത് ജസ്നയാണ്. അപ്പോൾ ആ ജസ്നയുടെ ഫോട്ടോ, റൌഫിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ആരാണ് ജസ്ന ആരാണ് റൌഫ് ഇല്ല ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ കണ്ടു നോക്കി. അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്നയല്ല. നീ പേടിക്കണ്ട, നീ അടുത്ത വിവാദത്തിലേക്കൊന്നും വരണ്ട. അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട്. വിവാദ നായികയല്ലേ നമ്മുടെ ഷജിത ഷജി, വിവാദ നായിക അല്ലേ? ഒരു കാര്യം പറയാൻ മാത്രമേ, ഇത്രത്തോളം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അത് ഇത്രയും വലിയ വിവാദങ്ങളായിട്ട് മാറുന്ന ആരുണ്ടടേ? ഇത്രയും ധീരത വനിത വേറെ ആരുണ്ട് നമ്മുടെ നാട്ടില് അല്ലേ? തൊടുന്നതെല്ലാം പൊന്നെന്ന് പറയുന്നത് പോലെ തൊടുന്നതെല്ലാം വിവാദമാണ്, കോൺട്രവേഴ്സി. അതുകൊണ്ട് ജസ്ന ദയവ് ചെയ്തിട്ട് നമ്മുടെ ഷജിത ഷജീനെ തൊടാൻ നിൽക്കരുത്, തൊട്ട് കളിക്കരുത്. ഷജിത ഷജി ഫാൻസ് പത്തനംതിട്ട. ഓക്കെ, ഞാൻ ഷജിത ഷജി ഫാൻസ് ആണെന്നുള്ളത് ഞാൻ ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഷജിത ഷജിയുടെ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം. ഞാനാണ് ഇതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റിയിൽ അംഗമാവണം, ഭാരവാഹികളൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എൻ്റെ അടുത്ത് പറയാം. നമ്മൾ അഡ്മിഷൻ എല്ലാവർക്കും തരുന്നതായിരിക്കും. അതെ, ആ ജസ്നയാണ് അമ്മച്ചി. ഞങ്ങളുടെ ഷജിത ഷജിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ഐശ്വര്യ റായാണ്, കേരളത്തിന്റെ സ്വന്തം ഐശ്വര്യ റായാണ് ഷജിത ഷജി. ഞങ്ങളുടെ ഷജിത ഷജിനെ അമ്മച്ചി എന്ന് വിളിക്കാൻ പറ്റൂല, ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങൾ ഫാൻസിന് ഇത് പിടിക്കൂല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ജസ്ന നിങ്ങളാണ് അമ്മച്ചി. ഞങ്ങളുടെ ഷജിത ഷജിനെ പറ്റിയിട്ട് യഥാവത് சொன்னா ഉടമ്പ് ഇരിക്കും, ആണോ ഉയർ ഇരിക്കാതെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും വന്ന് തള്ളിക്കോളും. അപ്പൊ ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ, യൂട്യൂബർ ജസ്ന. പിന്നെ ഇവളുടെ കാമുകൻ റൌഫ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൌഫും.
എന്തുവാടേ 2 പേരുടെ ഫോട്ടോ അതുപോലെ കൊണ്ട് വെച്ചിട്ട് ഇതാ ഇന്ന ആളുകളാണെന്ന് കാരണം അവരുടെ ഫോട്ടോയും കൊണ്ട് പബ്ലിക്കാക്കി വെച്ചേക്കുന്നത്. നൈസ് പരിപാടി, നന്നായിട്ടുണ്ട്. വളരെ കണ്ടോ, ഇതാണ് നമ്മുടെ ഷജിത ഷജിയെ തൊട്ട് കളിച്ചുള്ള കുഴപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ജസ്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കൈസട്ടൻ്റെ വീഡിയോക്കകത്ത് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ നോക്കുന്നത് പ്രേരിപ്പിച്ചത്. കാരണം നാളെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഷജിത ഷജി ജയിലിനകത്തിരുന്നായിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുക. അപ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും കല്യാണം കഴിക്കാൻ മെഹറുമായിട്ട് വന്നു എന്നൊക്കെ ചിലപ്പോൾ പറയാതിരിക്കാം. ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ജസ്ന ഇതുപോലെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒരു വിഷ്വൽസ് കൈസറിൻ്റെ വീഡിയോക്കകത്ത് വെച്ച് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നേരെ പോയിട്ട് കേസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, അങ്ങനെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോവുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അവസരത്തിൽ. സോ ഞാൻ ഇപ്പോഴും പറയാണ്, ജസ്നയോടാണെങ്കിലും ആരോടാണെങ്കിലും ഞങ്ങളെ ആരാധിക്കുന്ന ആരാധനാ മൂർത്തിയാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഷജിത ഷജി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കേരളത്തിലെ ഈ ഒരു ഫാൻസ്, ഷജിത ഷജി ഫാൻസിന് ഇത് പിടിക്കൂല. ഞങ്ങളുടെ ആളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷജിത ഷജിനെ അമ്മച്ചിന്ന് വിളിക്കാൻ പാടില്ല. കാരണം ഞങ്ങളുടെ ഐശ്വര്യ റായ് ആണ്. ഓക്കെ, അഭിഷേക് ബച്ചന് പോലും കുഴപ്പമില്ല ഞങ്ങൾ ഐശ്വര്യ റായ് വിളിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഞങ്ങളുടെ ഐശ്വര്യ റായിനെ നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല, ഇതൊന്നും ശരിയായിട്ടുള്ള നടപടിയല്ല. ഓക്കെ, ഇനി നാളെ ജയിലിൽ കിടന്ന് വീഡിയോ എടുക്കും ഞങ്ങൾ, അപ്പോഴും ഞങ്ങൾ ജയിൽ വിളിക്കും. ഷജിത ഷജി ഓൺ ജയിൽ വ്ളോഗ്, അടുത്ത ആൾ കല്യാണമായിട്ട് വന്നു നോക്ക്, ഞെട്ടിക്കുന്ന വിവരമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തന്നെ അതുമായിട്ട് വിവരങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഷജിത ഷജി ഓൾ കേരള ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ തെളിയിക്കുകയാണ്. സോ ഇതിൽ അംഗത്വം വേണ്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. ഒരുപാട് തസ്തികകൾ ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ഗജാൻജി, വൈസ് പ്രസിഡന്റ്, അതുപോലുള്ള എല്ലാവിധ തസ്തികകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് നമ്മുടെ ഷജിത ഷജി തന്നെ തൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ QR കോഡ് വെച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ട് കൊടുത്തിട്ട് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പൈസ എല്ലാ ആളുകളുടെയും കയ്യിൽ നിന്ന് പിരിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അഡ്മിഷൻ വേണ്ടവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പോക്ക് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ് എന്ന് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. അടുത്തത് ഇതുപോലെ ആരെങ്കിലും പൊങ്ങി വരട്ടെ. അപ്പം നമുക്ക് അടുത്ത പോക്ക് സീരീസുമായിട്ട് വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ ബൈ.